കോല് എടാ പിന്നെ പുള്ളി സെഞ്ചുറി അടിക്കാൻ വേണ്ടി പുള്ളി 10 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുള്ളൂ. പിന്നെ എത്ര കളി എത്ര കളി ഞാൻ അതന്നെ ഞാൻ പറഞ്ഞു. പിന്നെ പുള്ളി സൈക്കിൾ എടുത്ത് പുള്ളിയുടെ പേരെന്താ? ചേസ്റ്റ് മാസ്റ്റർ. പിന്നെ നിന്റെ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ സ്വന്തമായിട്ട് ഒരു ടീമിനെ ആദ്യമായിട്ട് നയിച്ചു കഴിയാൻ കൊടുത്തു. ആ നേരം ഹാർദിക് പാണ്ഡ്യക്ക് മുംബൈക്ക് നേരിടുന്നു. മുംബൈ ഒരു ടീമിന് മുംബൈ അത് പിന്നെ അടിയിൽ പോയത്. ആയിക്കോട്ടെ അതിനുശേഷം ഗുജറാത്തിന് കിട്ടുന്ന കൊടുത്തോ? ഗുജറാത്തിന് കിട്ടുന്ന കൊടുത്തു ഒരു സീസൺ മതിയോ? ഈ മുംബൈക്ക് പറ്റുപാണ് എന്നറിയോ? പോളാട് കഴിഞ്ഞപ്പോ ആ ഒരു അവരെപ്പോഴും നല്ല കളിക്കാരെ ഒന്നും അറിയില്ല. അവരെ ആദ്യത്തെ കളി 7 കളി തോറ്റാലും മുംബൈനെ പിന്നെ തോറ്റാൽ ജയിച്ചാൽ മുംബൈ അങ്ങനെ 7 കളി തോറ്റാൽ പോലും ഈ ദൈവത്തിന്റെ ഒരാൾക്ക് ജയിച്ച തുടങ്ങിയത്. ജയിച്ച സീസൺ ഒന്നും കപ്പ് കൊണ്ടുവരില്ല. ഇല്ല എന്തായാലും ബാംഗ്ലൂർ, പഞ്ചാബ്, ഡൽഹി അവന്റെ പേര് അതെ. പക്ഷെ ഈ വർഷത്തെ ഫൈനൽ കപ്പ് ടീമിന്റെ എന്താ ഈ കാരണം കൊൽക്കത്തയിൽ എന്താ ഈ കാരണം കളിപ്പിച്ചത്? അവൻ ശരിക്കും ക്യാപ്റ്റൻസി നന്നായിട്ട് ധോണിക്ക് ശേഷം ഇത്ര നല്ല ക്യാപ്റ്റൻ സഞ്ജു ഇപ്പൊ ഫോമല്ലോ. സഞ്ജു ഫോമല്ലാന്ന് ചോദിച്ചു. ഒരു ടീമിൽ നമുക്ക് സ്വപ്നം അത്രയും നേട്ടം ലോക ക്രിക്കറ്റിൽ ആദ്യം സാധിച്ചിട്ടുണ്ടോ? തുടർച്ചയായിട്ട് 3 ഹാഫ് അത് മെഹ്റാബെ 3 കൊടുത്ത് ഇന്നൊരു 2 കോടി സാധിച്ചിട്ടുണ്ടോ? സച്ചിട്ടുണ്ടോ? മാത്തുകേട്ടിന് സാധിച്ചിട്ടുണ്ടോ? റക്കി പോണ്ടിന് സാധിച്ചിട്ടുണ്ടോ? ഒരു ടൂർണമെന്റിൽ ക്വാർട്ടറിലും സെമിയിലും ഫൈനലും ടോപ്പ് സ്കോർ ആ ടീം ജയിക്കുന്ന ലോക ക്രിക്കറ്റിൽ അങ്ങനെ ആകെ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെന്നേ ഒരാളെ പേര് പറ. ലോക ഫൈനൽ വേദികളിൽ ക്വാർട്ടറിലും സെമിയിലും ഫൈനലും തുടർച്ചയായിട്ട് ഞാൻ ജനിക്കുന്ന മുമ്പ് കപിൽദേവ് ഇല്ല. പറ 81 ലോകത്തിൽ മാനച്ചാറ ലാല അമർനാഥ് ആണോ? കപിൽദേവ് നോക്കൗട്ടല്ല. ആ പ്രാഥമിക മാസത്തിലാണ്, ആദ്യഘട്ടത്തിലാണ്, പ്രാഥമിക ഘട്ടത്തിലാണ്. പക്ഷെ നോക്കൗട്ട് ഘട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് 3 ടോപ്പ് സ്കോറായി നിന്നുകൊണ്ട് ഒരു ടീമിനെ ഇപ്പം ലോകത്തോടെ കളിക്കാൻ അത് സഞ്ചാരത്തെ മാത്രമേ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് മേളിൽ അംഗീകരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ അമ്മയില്ലേ നിന്റെ മുംബൈ കപ്പ് കൊണ്ടുപോകില്ല. അത് പറയുമ്പോൾ ടീം പുറത്തു പോകുന്ന ഘട്ടത്തിൽ നിന്ന് ആ ടീമിനെ തുടർച്ചയായിട്ട് 3 വർഷം. ഒരു കാര്യം കോഹ്ലി എല്ലാരും വിക്കറ്റ് പോയ അമിതായിട്ട് ആകുട്ടി സഞ്ജുന്റെ വിക്കറ്റ് പോയപ്പോ മിണ്ടാതിരിക്കണ അവനെ എല്ലാവരും തോളത്ത് കഴിഞ്ഞിട്ടാ. എനിക്ക് അതാണ് കളി തന്നെ. കോഹ്ലി എല്ലാവരും തോളത്ത് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞാ കളി കഴിഞ്ഞാൽ പിന്നെ IPL പിന്നെ നാളെ ഒന്നിച്ച് കളിക്കാനുള്ള അല്ലാണ്ട് അതൊക്കെ ടീമിന്റെ മാനേജാണ്. ഇത് യൂട്യൂബിൽ കൊടുക്കാം. അത് ഞാൻ ഇന്ന് എന്ത് മനസ്സിലാക്കണം? നീ ഓൺലൈനില് ഇന്ന് എന്ത് മനസ്സിലാക്കണം? RCB കപ്പുണ്ട് ഉപയോഗിച്ച് വെച്ചാലോ തല മുട്ടടിക്കോ? യൂട്യൂബ് ചാനൽ പറഞ്ഞോണ്ടിരിക്കുന്ന RCB കപ്പുണ്ട് തെളിവായിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പൊടി പഠിക്കാത്ത എനിക്ക് വലിയ പേടിയൊന്നുമില്ല. അവൻ പൈസ കൊടുത്ത് അവന്റെ പോക്കറ്റ് എടുത്തു. എനിക്കത് നോക്കണേ
അവൻ കപ്പ് ആണെങ്കിൽ ചെയ്യട്ടെ അതിന് വേണ്ടത് എന്നെ ചേട്ടായിക്ക് കോഹ്ലിയോട് ഇത്ര വാശി. എനിക്ക് കോഹ്ലിയുടെ ഒരു വാശിയില്ല. ഹലോ ഗൈസ്.